അത്യാവശ്യം മൂത്തിട്ടാ നിൽക്കുന്നത്. എനിക്കിത് പൊട്ടിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊട്ടും എന്നുള്ള കാരണം ഈ ഒറ്റ തണ്ടിന്ന് കിട്ടുന്ന ഈൽഡ് നിങ്ങൾ നോക്കി എത്രയെന്ന് നിറച്ച് പിരിപിരുന്നതല്ലേ. ഇതിങ്ങനെ ഉണക്കി ഇതിന്റെ കുരു എടുത്തിട്ടാണ് കാസ്ട്രോൾ ഉണ്ടാക്കാം. ആൻഡ് ഇത് പൊളിച്ചപ്പോ ഇതുപോലത്തെ ഒരു പയറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബോർ എഗ് പീസ് മേനെ കേട്ടോ. ഇതെന്താന്ന് അറിയാൻ പാടില്ല. കാണാ സേഫ് അല്ലേടേ. ഹലോ ഗൂയ്സ്, നമ്മള് ഗുജറാത്തിൽ വന്നിട്ട് ടൗണുകൾ എടുത്ത് എനിക്ക് വയ്യാതെ. ഫസ്റ്റ് സൂറത്തിൽ പോയി, പിന്നെ വഡോദര വന്നു, എല്ലാം ടൗൺ. ഇനി അഹമ്മദാബാദ് പോകണം. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ടൗണുകൾ മടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളന്ന് ജയ്പൂര് ചെയ്ത പോലെ നമ്മൾ ഇറങ്ങുക, ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുക. എന്തെങ്കിലുമൊക്കെ കൃഷിയിടങ്ങളോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇന്ന് നമ്മൾ ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ കർജനിലാണ് വന്നിട്ടുള്ളത്. കർജനിൽ വന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകൾ ഞെട്ടിക്കുന്ന കൃഷിയിടങ്ങൾ അവിടെ ഉള്ളത്. ആൻഡ് ഓരോന്നോരോന്നായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും, ലാസ്റ്റ് വരെ കാണണം. आपका है कॉटन? ये कॉटन वाला बीजा से एक वीडियो डालने का परमिशन അറിയില്ല. ഇതിലത്തെ ഫസ്റ്റ് ചെടി ഞാൻ കാണിച്ചു തരട്ടെ, ഞെട്ടാ റെഡി ആയിക്കോ. ദേ ഇവിടെ മഞ്ഞ് പോലെ നിൽക്കുന്നത് കാണാണ്ടോ ചെടികളുടെ മുകളില്. എന്നാ ഇതെന്താന്ന് നോക്കി നിങ്ങള്, ഇതാണ് കോട്ടൺ. ഓ എന്ത് രസം നോക്കിക്കേ. ഞാൻ ആദ്യമായിട്ട് ഒരു കോട്ടന്റെ ഫീൽഡ് കാണുന്നേ. നോക്കിക്കേ കോട്ടൺ. നമ്മൾ ഇന്നേ വരെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ കോട്ടനെ കാണിക്കുന്നത്? ഇത് കൂടുതലും രാജസ്ഥാനിലെ കോട്ടന്റെ ഹബ്ബ്. നോക്കി എത്ര ചെടികളാണ്, അതും വലിയ ഉണ്ടാ. എന്ത് രസം നോക്കിക്കേ, വലിയ ഉണ്ടാ. ഓ ആൻഡ് ഇത് മൊത്തം കോട്ടനാ. ആൻഡ് കോട്ടൺ മാത്രമല്ല, ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട്. ആദ്യം നമുക്ക് കോട്ടൺ കാണാം. എന്തായാലും എനിക്ക് കോട്ടൺ കാണണം. ഈ രാജസ്ഥാൻ അല്ലെങ്കിൽ ഗുജറാത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സത്യം. നോക്കി കിടക്കുന്നത്. ആൻഡ് അതെല്ലാം താഴത്താ, നമ്മുടെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. എന്തൊരു ചെറിയ ചെടിയിൽ ഉണ്ടാവും നോക്കിയേ. ആൻഡ് ഇപ്പത്തേക്ക് കോട്ടനോട് നമുക്ക് ടാറ്റ പറയാം. ടാറ്റ. അടുത്ത ക്രോപ്പിലേക്ക് നമുക്ക് പോവാം. അടുത്ത സാധനം ആണ് ഈ കാസ്റ്ററോയിലിന്റെ ചെടികൾ. നോക്കിയേ, ഈ കാസ്റ്ററിന്റെ മരം കണ്ട് നിങ്ങൾക്ക് ഓമമരത്തിന്റെ എന്തെങ്കിലും സാദൃശ്യം തോന്നുകയാൽ അത് സ്വാഭാവികം മാത്രം. ഏതാണ്ട് കറക്റ്റ് ഓമമരത്തിന്റെ ഒരു ടച്ചാണ് ഇതിന്റെ മരത്തിന് വരുന്നത്. ചെറിയ ചെടി, വളരെ ചെറിയ ചെടി. എൻ്റെ ഹൈറ്റ് ഉള്ളൂ. ആ ഹൈറ്റിന്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഈൽഡ്, ഈ ഒറ്റ തണ്ടിന്ന് കിട്ടുന്ന ഈൽഡ് നിങ്ങൾ നോക്കി എത്രയെന്ന് നിറച്ച് പിരിപിരുന്നതല്ലേ. നല്ല ഈൽഡ് കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഭയങ്കര രസം. അതിലെ പച്ചയും ഉണക്കരൊക്കെ ആയിട്ട് നല്ല രസം. उधर अच्छा है. ये आपका है? हाँ, आपका नाम? सुनील भैया. हाँ, इसका कल्टीवेशन टाइम कब है भैया? अभी है ही, लेकिन पानी ले लिया. ओ पानी ले लिया ना ऐसा. हाँ. ആൻഡ് ഇവിടെ ഒരു വീട്ടില് ആ പൊട്ടിച്ച കാസ്റ്ററെല്ലാം ഉണക്കാനിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ ഉണക്കി ഇതിന്റെ കുരു എടുത്തിട്ടാണ് കാസ്ട്രോൾ ഉണ്ടാക്കാം. കാസ്ട്രോൾ ഓയിൽ അല്ല, കാസ്റ്റർ ഓയിൽ ഉണ്ടാക്കാം. അതിവിടെ കാണാം. ഇനിയും ഇതുപോലെ എന്തെങ്കിലും കാണാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാതെ. അടുത്ത സാധനം ഇതെന്താണെന്ന് മനസ്സിലായോ? അയോ പറ. ഇതാണ് ചോളകം. നോക്കിയേ, ഇതാണ് ചോളത്തിന്റെ ചെടി. ഇത് അത്ര പരിചിതമല്ലാത്ത ഒന്നുമല്ല. ഇതേ നോക്കിയേ, അത്ര പരിചിതമല്ലാത്തല്ല. എന്നാലും ഇവിടെ ഉള്ളതില് അടുത്തൊരു ക്രോപ്പാണ് ചോളകം. അത് ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ കെട്ടി വെച്ചത് കാരണം നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത് വെച്ച് ഞാൻ കാണിച്ചു തരാം. തമിഴ്നാട് ഏരിയയിൽ പോയാൽ നമുക്ക് ചോളകം മിക്കതും കാണാൻ പറ്റാറുണ്ട്. ഈ ചോളകത്തിന്റെ ചെടിക്കും ഷുഗർ കെയിൻ, നമ്മുടെ കരിമ്പിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഏതാണ്ട് കാണാൻ ഒരേപോലെ, പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ ഇതിന്റെ ചോളത്തിന് വന്നിട്ട് തണ്ട് അത്ര സ്ട്രോങ് ഉണ്ടാവില്ല. ആൻഡ് ഇതിന്റെ ഓരോ തണ്ടുന്നുമാണ് ഈ പറഞ്ഞ ചോളകം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിന് കാണാൻ നല്ല രസം. കണ്ടോ ഇത് രസം നോക്കിയേ. ഇനിയിപ്പോ വെയിലല്ലേ കുറച്ച് തണലത്ത് നിൽക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതേതാ മരം എന്നറിയോ? ഇതാണ് സപ്പോട്ട. ഇഷ്ടം പോലെ സപ്പോട്ട മുകളിൽ നിൽക്കുന്നുണ്ട്. കൈ എത്താവുന്ന രീതിക്ക് വരെ സപ്പോട്ട നിൽക്കുന്നുണ്ട്. പക്ഷെ പറക്കണം എന്നുണ്ട്. പക്ഷെ വെല്ലോന്റെ പറമ്പില് സപ്പോട്ട പൊട്ടിച്ച് ഗുജറാത്ത് വന്ന് അടി കിട്ടി. എന്തിനാ വെറുതെ? വല്ല ആവശ്യമുണ്ടോ? ഒന്നും വേണ്ട. എനിക്കൊരു ചോളവും പൊട്ടിക്കണമെന്നുണ്ട്. പക്ഷെ
നോക്കിയേ, ഇവിടെ ഒരു സാധനം അത്യാവശ്യം മൂത്തിട്ടാണ് നിൽക്കുന്നത്. എനിക്കിത് പൊട്ടിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടി പൊട്ടും എന്നുള്ള കാരണം ഞാൻ പൊട്ടിക്കുന്നില്ല മക്കളെ. നോക്കി അത്യാവശ്യം നന്നായി മൂത്ത് നിൽക്കുന്നേ. നിനക്ക് അടുത്തത് കാണാ നോക്ക്. ഇതാണ് പയറ്, പ്രത്യേക തരം പയർ. ഈ ഏരിയ മൊത്തം ഒരു തരം പയറാണ്. അതൊരു ചെറിയ ചെടിയിലുണ്ടാവുന്ന ഒരു തരം പയറാണ്. നമ്മുടെ നാട്ടിൽ വരുന്ന പോലത്തെ വലിയ പയറല്ല. ഇതിൻ്റെ ചെടി ഇതാണ് അതിൻ്റെ ഷേപ്പ്. ഇതേ നോക്ക്, ഇതുപോലത്തെ ഒരു ഷേപ്പാണ്. ആൻഡ് ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കൈൻഡ് ഓഫ് ബീൻ എന്ന് നമ്മൾ പറയില്ല, എന്നാലും വേറെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് സാധനമാണ് ഈ സാധനം. ആൻഡ് ഇത് പൊളിച്ച് നമുക്ക് നോക്കി നോക്കാം. ആൻഡ് ഇത് പൊളിച്ചപ്പോൾ ഇതുപോലത്തെ ഒരു പയറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ആ ഒരു പയറാണ് ഇത് മൊത്തം ഉള്ളത്. ഈ ചെടി നോക്കിയേ, നല്ല രസമുണ്ടല്ലേ? നിങ്ങൾ ചിന്തിച്ചേ, ഇവിടെ അങ്ങനെ ഒട്ടനവധി സാധനങ്ങളാണ് ഈ ഒരു ഏരിയ, ഞാൻ വന്നിട്ടുള്ളൊരു ഏരിയ. റാൻഡമായിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയയിൽ എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളാണ് ഇതെല്ലാം. ഇതൊന്നും ഞാൻ ഇതുവരെയായിട്ട് കാണാത്ത സാധനങ്ങൾ. ആൻഡ് നിങ്ങൾക്കും ഇതെല്ലാം പുതിയ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ അത്യാവശ്യം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കൾട്ടിവേഷൻ ടൈം ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വലിപ്പമുള്ള പയറ് വർഗം. ഇതെന്ത് പയറെന്ന് പേര് എനിക്ക് പറഞ്ഞാൽ അറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ബട്ട് നല്ല രസമുള്ള പയറ് വർഗം. ഇവിടെ ഈ ചോല, ചാവൽ എന്നൊക്കെ പറയുന്ന കിട്ടുന്ന പലതരം പരിപ്പുകളും ഇതാണെന്നാണ് ഒരാളെന്നോട് പറഞ്ഞത്. ആൻഡ് ഇത് നോക്കിയേ, ഏക്കർ കണക്കിന് ഇത് നിൽക്കുന്നുണ്ട്. ഇത് ചെടി നടാണെങ്കിൽ ചെറിയ ഏരിയയിലൊന്നും ഇവർ ചെയ്യില്ല, ഏക്കർ കണക്കിന് വെക്കാം. ഏക്കർ കണക്കിന് കണ്ടുവോ? അതിൻ്റെ ചണ്ടി കണ്ടുവോ? അതിൻ്റെ ചണ്ടി നമ്മുടെ പയറിൻ്റെ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു ചെടി. നമ്മുടെ നാട്ടിലേക്ക് അത് അധികം കോമൺ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അറിയാതിരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ പച്ച കുരുക്കൾ വരുന്നത്. ഇതൊക്കെ നമുക്ക് പുതിയ അനുഭവങ്ങൾ കേട്ടോ. നല്ല രസമില്ല ഇത് കാണാൻ. നമ്മുടെ പയർ വർഗത്തിൽ പെട്ടാണ് ഇത്. അതിൻ്റെ പച്ച, ഇതതിൻ്റെ കണ്ടോ, ഇതതിൻ്റെ ഉണക്കിയിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് കണക്കൊക്കെ പോയി. നമ്മളിപ്പോൾ ഇതൊരു 3ാമത്തെ 4ാമത്തെ ഒരു വർഗമാണ് ഇവിടെ കൃഷി ആയിട്ട് കാണുന്നത്. ഇനി എത്ര ഉണ്ടെന്ന് അറിയാം. ഞാനൊരു പക്ക ഗ്രാമം, ഇനി ഞാൻ നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഞാൻ നിൽക്കുന്ന സ്ഥലം നോക്കിയേ, ഒരു പക്ക ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ ഞാൻ നിൽക്കുന്നത്. ഇതാണ് എൻ്റെ വഴി. അങ്ങനെ വഴി അവിടെ കിടക്കുന്നുണ്ട്, അതിന് വഴി ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ എവിടെയോ നിൽക്കുന്നുണ്ട്. ഇത് എവിടെ നിൽക്കുന്നേന്ന് പോലും അറിയില്ല. പക്ഷെ ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ട്. കാണാൻ നല്ല രസമുള്ള കാരണം ഉച്ച വെയിൽ കൊണ്ടിടുതേ, നല്ല നാട്ടുച്ച വെയിൽ കൊണ്ടിടാൻ നിൽക്കുന്നത്. പക്ഷെ ഇതിലും ഒരു സുഖമുണ്ടെന്നാണ് എനിക്കറിയുന്നത്. ഇതിലും ഒരു പ്രത്യേക സുഖമുണ്ട്. കുറച്ച് വെയിലൊക്കെ കൊണ്ട് നമ്മളിതൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇതൊന്നും നാട്ടിലിരുന്നാൽ കിട്ടില്ല. നാട്ടിലിരിക്കുന്നവർക്കാണ് ഇറങ്ങണം, വീട് വിട്ടിറങ്ങണം, പുതിയ കാര്യങ്ങൾ കാണണം. ഞാൻ ഇടയ്ക്ക് കണ്ടതന്നെ 2 പിള്ളേർ ഇരുന്നിട്ട് എന്തോ ഒരു ഫ്രൂട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയാ ഹേ ബോർ എഗ് പീസ് മേനെ കേട്ടോ കണ്ടു. ഇതാണ് സാധനം. ഇതെന്താന്ന് അറിയാൻ പാടില്ല. കാണാ സേഫ് അല്ലേടേ? സേഫ്. കൊള്ളാം. തോളക്കട്ട കൊള്ളാം, സൂപ്പർ. आपका नाम? गणेश. रसिक. കൊള്ളാം. എന്താ क्यों आप उधर बोरा करने के ना പൊട്ടിക്ക്. നമുക്ക് എന്തായാലും ഇതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് പൊട്ടിക്കുന്നില്ല. നമുക്കും ഒരു കോണിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ചാൻസ് ഈ പയ്യൻ തന്നിട്ടുണ്ട്. ഇവന്റെ ആണെന്നാ പറയുന്നേ, എനിക്ക് ഉറപ്പൊന്നുമില്ല. വാ, നമുക്ക് ഒരെണ്ണം പൊട്ടിച്ചാന്ന് പറയാം. ഏതാ പൊട്ടിയാ? എഗ് പീസ് മേനെ. ആ ഏതാ വല എന്താ ഒന്ന് പൊട്ടിച്ചാലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അച്ചായ താങ്ക് യു. ഒന്ന് നമുക്ക് പൊട്ടിച്ചാൽ താങ്ക് യു. നമുക്ക് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കോണ് പൊട്ടിയാണെന്ന്. ഇത് ബാഗിൽ ഇടുക. താങ്ക് യു. ആൻഡ് ഇത് നോക്കി എത്രയെന്ന്, നമ്മളൊരു ആളെയൊക്കെ ഹൈറ്റാ. ഉദർ ഇതിപ്പോ കണ്ടോ, ഈ പയ്യനേക്കാൾ എത്രയോ ഹൈറ്റിലാണ് നിൽക്കുന്നത്. എന്ത് ഹൈറ്റിലാണ് പോണെന്ന് നോക്കിയേ. ഉഫ് കൊള്ളാലേ. ആൻഡ് നമ്മുടെ ഇടുവാ ഇവിടെ വാടാ.
ആൻഡ് നമ്മുടെ ഈ വീഡിയോ നമ്മളിത് ഈ ഒരു കോണ് പൊട്ടിയ സന്തോഷത്തിൽ നമ്മൾ നിർത്തുകയാണ്. ആൻഡ് ഇന്ന് അത്യാവശ്യം കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആൻഡ് നമുക്ക് പോവാൻ സമയമായി. ബൈ പറ. ബൈ ടാറ്റാ, സീ യു നെക്സ്റ്റ് വീഡിയോ.